ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് 1-നെതിരെ 3 ഗോളുകൾക്കാണ് ന്യൂകാസൽ യുണൈറ്റഡ് പരാജയപ്പെട്ടത്. ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി റയലിൻ്റെ ചില സ്കൗട്ടുകൾ എത്തിയിരുന്നു. പ്രധാനമായും 2 ലക്ഷ്യങ്ങളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഒന്ന്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രകടനം നിരീക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ചാമ്പ്യൻസ് ലീഗിലെ റയലിൻ്റെ അടുത്ത എതിരാളികൾ അത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രകടനം നേരിട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു സ്കൗട്ടുകൾ എത്തിയിരുന്നത്. അടുത്ത ലക്ഷ്യം അത് ന്യൂകാസൽ യുണൈറ്റഡിന്റെ മധ്യനിരയിലെ ഇറ്റാലിയൻ താരമായ സാൻഡ്രോ ടൊണാലിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ഈ താരത്തിൽ ഇപ്പോൾ റയലിന് താല്പര്യമുണ്ട് എന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റയലിന്റെ മധ്യനിര ഇപ്പോൾ വളരെയധികം ദുർബലമാണ്. അത് ശക്തിപ്പെടുത്താൻ റയൽ ഉദ്ദേശിക്കുന്നുണ്ട്. മധ്യനിരയിലേക്ക് ഒരുപാട് താരങ്ങളെ റയൽ ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലേക്ക് സാൻഡ്രോ ടൊണാലി കൂടി എത്തിച്ചേർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂകാസൽ യുണൈറ്റഡിന് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് ടൊണാലി. നമുക്കറിയാം, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു അസിസ്റ്റ് സ്വന്തമാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. സെൻട്രൽ മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും കളിക്കുന്ന താരമാണ് ടൊണാലി. നേരത്തെ AC മിലാന് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. ഏതായാലും വലിയ ഒരു വില കൽപ്പിക്കപ്പെടുന്ന താരം കൂടിയാണ് ഇദ്ദേഹം. ഏകദേശം 100 മില്യൺ പൗണ്ടോളം അദ്ദേഹത്തിന്റെ വിലയായിക്കൊണ്ട് ഇപ്പോൾ വരുന്നുണ്ട്. അദ്ദേഹം ന്യൂകാസൽ യുണൈറ്റഡ് വിടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. ആഴ്സണലിന് താല്പര്യമുള്ള ഒരു താരം കൂടിയാണ് ടൊണാലി. റയലിനെ സംബന്ധിച്ചിടത്തോളം ഈ താരത്തെ സ്വന്തമാക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമാവില്ല. കാരണം പരമാവധി ഇദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ന്യൂകാസൽ യുണൈറ്റഡ് നടത്തും. ഏതായാലും ഒരുപാട് താരങ്ങളെ റയൽ പരിഗണിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലേക്കാണ് ടൊണാലി കൂടി ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.